എല്ലാവർക്കും നമസ്കാരം. പ്രധാനപ്പെട്ട മത്സര പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കുമെല്ലാം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കാണാവുന്നതാണ്. ഇന്ന് നമുക്ക് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പ്രധാന വിവരങ്ങളും എല്ലാം ഒന്ന് പെട്ടെന്ന് നോക്കാം. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം. ജനനം 1869 ഒക്ടോബർ മാസം 2-ാം തീയതി ഗുജറാത്തിലെ പോർബന്തറിൽ ഉള്ള കീർത്തി മന്ദിറിലാണ് മഹാത്മാഗാന്ധി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് കരംചന്ദ് ഗാന്ധിയും പുത്തലീഫായി. മഹാത്മാഗാന്ധിജിയുടെ ഭാര്യ കസ്തൂർബ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലീഫായിയുടെയും മകനായാണ് ഗാന്ധി ജനിച്ചത്. ഭാര്യയാണ് കസ്തൂർബ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ മക്കൾ ഹരിലാൽ, രാംദാസ്, മണിലാൽ, ദേവദാസ്. മഹാത്മാഗാന്ധിയുടെ മരണം 1948 ജാനുവരി 30 ഡൽഹിയിലുള്ള ബിർള ഹൗസിൽ വെച്ചാണ് ഗാന്ധിജി മരിച്ചത്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഡൽഹിയിലുള്ള രാജ്ഘട്ടാണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഡൽഹിയിലെ രാജ്ഘട്ട്. അദ്ദേഹം മരണമടഞ്ഞത് 1948 ജാനുവരി 30 ഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദിനങ്ങൾ. അന്താരാഷ്ട്ര അഹിംസാ ദിനം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 2007 മുതലാണ് അഹിംസാ ദിനം ഒക്ടോബർ 2 ആചരിച്ച് തുടങ്ങുന്നത്. രക്തസാക്ഷി ദിനം ഗാന്ധിജി കൊല്ലപ്പെട്ട ജാനുവരി 30. രക്തസാക്ഷി ദിനം ആഘോഷിക്കുന്നത് ജാനുവരി 30. പ്രവാസി ഭാരതീയ ദിനം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയ തീയതിയായിട്ടുള്ള ജാനുവരി 9. 2003 മുതൽ പ്രവാസി ഭാരതി ദിനം 2003 മുതൽ പ്രവാസി ഭാരതീയ ദിനം ആഘോഷിച്ചു വരുന്നു. ജാനുവരി 9 പ്രവാസി ഭാരതീയ ദിനം. അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2. രക്തസാക്ഷി ദിനം ജാനുവരി 30. പ്രവാസി ഭാരതീയ ദിനം ജാനുവരി 9. ഗാന്ധിജിയുടെ ആത്മകഥകൾ. നാമം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ. 1927 പുറത്തിറങ്ങി. പ്രസിദ്ധീകരിച്ച ഭാഷ ഗുജറാത്തി ഭാഷയിലാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പുറത്തിറങ്ങിയത്. ഗുജറാത്തിൽ ഇത് സത്യാന പ്രയോഗ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സത്യാന പ്രയോഗ. ഇത് ഉൾക്കൊള്ളുന്ന കാലഘട്ടം 1869 മുതൽ 1921 വരെ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെ ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തത് മഹാദേവ ദേശായി. മഹാദേവ ദേശായി. ആത്മകഥയിൽ പരാമർശിച്ച ഒരേ ഒരു മലയാളി ബാരിസ്റ്റർ G.P. പിള്ള. ബാരിസ്റ്റർ G.P. പിള്ളയുടെ കാര്യം മാത്രമാണ് ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി. ഇത് രചിച്ച സ്ഥലം പൂനെയിലെ ഏർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ഗുജറാത്തി ഭാഷയിലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ രചിച്ചത്. ഗുജറാത്തിലെ വെച്ചാണ് ഇത് രചിച്ചത്, പൂനെയിലെ ഏർവാദ ജയിലിൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പത്രങ്ങളും ആദ്യ കൃതിയൊക്കെ നോക്കാം. പ്രധാന പത്രങ്ങൾ. ഇന്ത്യൻ ഒപ്പീനിയൻ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി ആരംഭിച്ച ഒരു പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധി പുറത്തുവിട്ടത്. അടുത്തതായി നവജീവൻ. അത് ഗുജറാത്തി ഭാഷയിലുള്ളതാണ്. 1918 ഗുജറാത്തിൽ വെച്ച് പുറത്തിറക്കി. യങ് ഇന്ത്യ എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുള്ളതാണ്. 1919 പുറത്തിറങ്ങി. യങ് ഇന്ത്യ 1919 ഇംഗ്ലീഷ് ഭാഷയിൽ. പിന്നീട് ഹരിജൻ. 1933 ഹരിജൻ. ആദ്യ കൃതി. ഗാന്ധിജിയുടെ ആദ്യ കൃതി ഹിന്ദു സ്വരാജ് ആണ്. 1909 പുറത്തിറങ്ങിയ ഹിന്ദു സ്വരാജ് ആണ് ഗാന്ധിജിയുടെ ആദ്യ കൃതി. ഗാന്ധിജിയുടെ നയപ്രഖ്യാപന രേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഹിന്ദു സ്വരാജ് ആണ്. ലണ്ടനിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലുള്ള യാത്രയിലുള്ള കിൽഡേണൻ കാസിൽ എന്ന കപ്പൽ യാത്രയിൽ വെച്ചാണ് ഗാന്ധിജി ഹിന്ദു സ്വരാജ് രചിച്ചത്. ഇതിലുള്ള കാഴ്ചപ്പാടുകൾ എല്ലാം എൻ്റേതാണ്, എന്നാൽ എൻ്റേത് മാത്രമല്ല എന്ന് ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൃതിയും ഹിന്ദു സ്വരാജാണ്.
ഇതിലുള്ള കാഴ്ചപ്പാടുകളെല്ലാം എന്റേതാണ്, എന്നാൽ എന്റേത് മാത്രമല്ല എന്ന് ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കൃതി ഹിന്ദു സ്വരാജ്. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട സമരങ്ങളും ബഹുജന പ്രക്ഷോഭങ്ങളെയൊക്കെ നോക്കാം. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു. ഇന്ത്യയിൽ വെച്ചുള്ള ഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. ഗാന്ധിയുടെ ആദ്യ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഇന്ത്യയിൽ വെച്ചുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹമാണ് അഹമ്മദാബാദ് മിൽ സമരം. 1918 നടന്ന അഹമ്മദാബാദ് മിൽ സമരമാണ് ഗാന്ധിയുടെ ഇന്ത്യയിൽ വെച്ചുള്ള ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. കേദാ സത്യാഗ്രഹം നടന്നത് ഗുജറാത്തിലാണ്. വർഷം 1918. കേദാ സത്യാഗ്രഹം ഗുജറാത്തിൽ 1918 നടന്നത്. ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്നത് റൗലറ്റ് സത്യാഗ്രഹമാണ്. 1919 നടന്ന റൗലറ്റ് സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്നത്. ഗാന്ധിയുടെ ആദ്യത്തെ ജനകീയ സമരം നിസ്സഹകരണ സമരം. നിസ്സഹകരണ പ്രസ്ഥാനം 1920. നിസ്സഹകരണ പ്രസ്ഥാനം 1920 ഗാന്ധിജിയുടെ ആദ്യത്തെ ജനകീയ സമരമായി കണക്കാക്കുന്നത്. രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം നിയമലംഘന പ്രസ്ഥാനം 1930. മൂന്നാമതായി ജനകീയ സമരം നടന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജിയുടെ മൂന്നാമത്തെ ജനകീയ സമരം. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 3 ജനകീയ സമരങ്ങളാണ് നടന്നത്. ആദ്യമായി നിസ്സഹകരണ പ്രസ്ഥാനം വർഷം 1920. രണ്ടാമതായി ജനകീയ പ്രക്ഷോഭം നിയമലംഘന പ്രസ്ഥാനമാണ്. 1930 നടന്ന നിയമലംഘന പ്രസ്ഥാനം. മൂന്നാമത്തെ ഗാന്ധിജിയുടെ ജനകീയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. വർഷം 1942. വട്ടമേശ സമ്മേളനവും കോൺഗ്രസും പറ്റിയൊക്കെ നോക്കാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വട്ടമേശ സമ്മേളനവും INC പറ്റിയും. 1931 മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ 1931 നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. ഇത് അദ്ദേഹം പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ്. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? 1931 നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനം. 1931 നടന്ന മാർച്ച് 5 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി ഈ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത്. വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിയോടൊപ്പം കൂടെ പോയവരാണ് മദൻ മോഹൻ മാളവ്യ ഉപദേശകനായിട്ടും സരോജിനി നായിഡു വനിതാ പ്രതിനിധിയായിട്ടും സർദാർ KM പണിക്കർ നാട്ടുരാജ്യത്തിന്റെ പ്രതിനിധിയായിട്ടും യാത്ര ചെയ്തു. മദൻ മോഹൻ മാളവ്യ ഉപദേശകനായി, സരോജിനി നായിഡു വനിതാ പ്രതിനിധിയുമായി, സർദാർ KM പണിക്കർ നാട്ടുരാജ്യത്തിന്റെ പ്രതിനിധിയുമായിട്ട് ഗാന്ധിയോടൊപ്പം കൂടെ യാത്ര ചെയ്തു. അവർ യാത്ര ചെയ്ത കപ്പൽ SS രജപുതാന. SS രജപുതാന എന്ന കപ്പലിലാണ് അവർ യാത്ര ചെയ്തത്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനമാണ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1901 നടന്ന കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി പ്രസിഡന്റായ ഏക കോൺഗ്രസ് സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. 1924 നടന്ന ബെൽഗാം സമ്മേളനത്തിലാണ് ഗാന്ധിജി പ്രസിഡന്റായിട്ടുള്ള ഏക കോൺഗ്രസ് സമ്മേളനം. വ്യക്തി സത്യാഗ്രഹവും ആശ്രമങ്ങളും. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് 1940 ഇരുത്തിയത് വിനോബ ഭാവെയാണ്. ഒന്നാമനായി വിനോബ ഭാവെ, രണ്ടാമനായി ജവഹർലാൽ നെഹ്റുവും മൂന്നാമതായി ബ്രഹ്മദത്തുമാണ് വ്യക്തി സത്യാഗ്രഹത്തിന് 1940 ഇരുന്നത്. കേരളത്തിൽ നിന്നും വ്യക്തി സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് K. കേളപ്പൻ. ഗാന്ധിജിയുടെ സബർമതി ആശ്രമം. 1915 അഹമ്മദാബാദിൽ ഗാന്ധി സബർമതി ആശ്രമം ആരംഭിച്ചു. ഗാന്ധിജി
സബർമതിയിലെ സന്യാസി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഗാന്ധിജിയെ സബർമതിയിലെ സന്യാസി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. സേവാഗ്രം ആശ്രമം 1936 മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ഒന്നാണ് സേവാഗ്രം ആശ്രമം. അടുത്തതായി ശബരി ആശ്രമം, പാലക്കാടുള്ള ശബരി ആശ്രമം. കേരളത്തിൽ ഗാന്ധി എത്തിയപ്പോൾ 3 പ്രാവശ്യവും സന്ദർശിച്ച ആശ്രമമാണ് ശബരി ആശ്രമം. ഇത് കേരളത്തിന്റെ സബർമതി എന്ന പേരിൽ അറിയപ്പെടുന്നു. കേരളത്തിന്റെ സബർമതിയാണ് ശബരി ആശ്രമം, പാലക്കാട്. വിദ്യാഭ്യാസ പദ്ധതികൾ, അതേപോലെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് വാർധാ പദ്ധതി. 1937 വന്ന വാർധാ പദ്ധതി എന്താണ്? ഗാന്ധിജിയുടെ ഒരു തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേര് നയി തലീം. നയി തലീം എന്നതാണ് ഗാന്ധിജിയുടെ പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരിട്ടിരിക്കുന്നത്, നയി തലീം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് നെഹ്റു. ഗാന്ധിജിയുടെ ആത്മീയ ഗുരുവായിട്ടുള്ളത് ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയ് ആണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. ആത്മീയ പിൻഗാമി വിനോബ ഭാവെ. ഗാന്ധിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാരി. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാൽ ആചാരിയാണ്. ഗാന്ധിക്ക് അതേപോലെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരുണ്ട്. മീരാബെൻ, അതിന് അവർക്ക് ഗാന്ധി നൽകിയ പേര് മീരാബെൻ ആണ്. അവർക്ക് യഥാർത്ഥ പേരാണ് മാഡലിൻ സ്ലൈഡ്. മാഡലിൻ സ്ലൈഡ് എന്നറിയപ്പെടുന്ന വ്യക്തിയെ മീരാബെൻ എന്ന് ഗാന്ധി പേര് നൽകി വിളിക്കുന്നു. ഗാന്ധിയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്. അതേപോലെ സരളാബെൻ ഉണ്ട്. കാതറിംഗ് മേരി പെയ്മാൻ എന്നാണ് യഥാർത്ഥ നാമം. സരളാബെന്നും മീരാബെന്നും ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരാണ്. പൂന ഉടമ്പടിയെ പറ്റിയും ഗാന്ധി സിനിമയെ പറ്റിയും നോക്കാം. പൂന ഉടമ്പടി 1932 സെപ്റ്റംബർ മാസം 24 പൂന ഉടമ്പടി വന്നത്. ഗാന്ധിജിയും BR അംബേദ്കറും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് പൂന ഉടമ്പടി. ഗാന്ധിജിക്ക് വേണ്ടി പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മദൻ മോഹൻ മാളവ്യ ആണ്. മദൻ മോഹൻ മാളവ്യ ആണ് ഗാന്ധിജിക്ക് വേണ്ടി പൂന ഉടമ്പടി 1932 ഒപ്പുവെച്ചത്. കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പൂന ഉടമ്പടി. ഹരിജനങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം അനുവദിച്ച കമ്മ്യൂണൽ അവാർഡിനെതിരെ മരണം വരെ നടത്തിയ സമരം, ഉപവാസം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടിയും പൂന ഉടമ്പടിയാണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ മരണം വരെ നടത്തിയ ഉപവാസം അവസാനിപ്പിക്കാൻ കാരണമായ ഉടമ്പടി പൂന ഉടമ്പടി. അടുത്തതായി ഗാന്ധി സിനിമയെ പറ്റി നോക്കാം. 1982 പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് ഗാന്ധി എന്ന സിനിമ. 1982. ഇതിന്റെ സംവിധായകൻ റിച്ചാർഡ് ആറ്റംബറോ ആണ്. 8 ഓസ്കാർ അവാർഡുകളാണ് ഗാന്ധി സിനിമ നേടിയത്. ഓസ്കാർ നേടിയ ഇന്ത്യൻ പ്രതിഭ ഫാനു അത്തയ്യ. ഈ സിനിമയിൽ വസ്ത്രാലങ്കാരത്തിന് ഓസ്കാർ നേടിയ ഇന്ത്യൻ പ്രതിഭ ഫാനു അത്തയ്യ. സിനിമയിൽ ഗാന്ധിജിയായിട്ട് വേഷം ചെയ്ത് അഭിനയിച്ചത് ബെൻ കിങ്സ്ലി. ബെൻ കിങ്സ്ലിയാണ് ഗാന്ധിയുടെ വേഷം ചെയ്തത്. അതേപോലെ ഗാന്ധിയായി വേഷമിട്ടത് ബെൻ കിങ്സ്ലി. കസ്തൂർബ ഗാന്ധിയായിട്ട് വേഷമിട്ടത് രോഹിണി ഹട്ടങ്കടി ആണ്. നെഹ്റുവായി വേഷമിട്ടത് റോഷൻ സേത്തും പട്ടേലായി വേഷമിട്ടത് സെയ്ദ് ജാഫ്രിയുമാണ്. ഗാന്ധിജിയായിട്ട് വേഷമിട്ടത് ബെൻ കിങ്സ്ലി. കസ്തൂർബ ഗാന്ധിയായിട്ട് വേഷമിട്ടത് രോഹിണി ഹട്ടങ്കടി. നെഹ്റുവായിട്ട് വേഷമിട്ടത് റോഷൻ സേത്ത്. പട്ടേലായി വേഷമിട്ടത് സെയ്ദ് ജാഫ്രിയുമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച സിനിമ എന്ന ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ സിനിമയും ഗാന്ധി സിനിമയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച സിനിമ എന്ന ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് ഗാന്ധി സിനിമയാണ്. ഉപ്പ് സത്യാഗ്രഹവും അതായത് ദണ്ഡി യാത്രയെ പറ്റി നോക്കാം. 1930 മാർച്ച് മാസം 12 ഗുജറാത്തിലെ സബർമതി ആശ്രമം മുതൽ
ദണ്ഡി കടപ്പുറം വരെയാണ് ഉപ്പു സത്യാഗ്രഹം നടന്നത്. തുടങ്ങിയത് 1930 മാർച്ച് 12-നും അവര് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 6-ാം തീയതിയാണ്. അനുയായികൾ ഗാന്ധിയോടൊപ്പം 78 പേരാണ് അനുയായിച്ച് യാത്ര ചെയ്തത്. ഇതിൽ 4 മലയാളികൾ ഉണ്ടായിരുന്നു. അവരാരൊക്കെയാണ്? നെയ്യാറ്റിൻകര സി കൃഷ്ണൻ, മയ്യങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ്. നെയ്യാറ്റിൻകര സി കൃഷ്ണനും മയ്യങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ് എന്നീ 4 പേർ ഗാന്ധിയോടൊപ്പം അനുയായിച്ചു യാത്ര ചെയ്തു. 385 കിലോമീറ്റർ ദൂരത്തോളമാണ് അവർ കാൽനടയായി യാത്ര ചെയ്തത്. അവർ അന്ന് ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം. അറസ്റ്റിനെ തുടർന്ന് സമരം നയിച്ചത് അബ്ബാസ് തിയാബ്ജിയാണ്. ഉപ്പു സത്യാഗ്രഹത്തിന്റെ റിപ്പോർട്ട് ചെയ്ത അമേരിക്കൻ പത്രപ്രവർത്തകൻ വെബ് മില്ലർ. ഉപ്പു സത്യാഗ്രഹം റിപ്പോർട്ട് ചെയ്ത അമേരിക്കൻ പത്രപ്രവർത്തകനാണ് വെബ് മില്ലർ. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ 1920 ഓഗസ്റ്റ് മാസം 18-നാണ് ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിലെത്തിയത്. ഇതെന്തിനാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് കോഴിക്കോടാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത്. ഇത് പരിഭാഷപ്പെടുത്തിയത് കെ മാധവൻ നായർ. രണ്ടാമതായി 1925 മാർച്ച് 8-ന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വന്നു. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ചും അന്ന് സന്ദർശിച്ചു. 1927 ഒക്ടോബർ 9-നാണ് ഗാന്ധിജി മൂന്നാമതായി കേരളത്തിലെത്തിയത്. ദക്ഷിണേന്ത്യൻ പര്യടനത്തിന് മഹാകവി വള്ളത്തോളിനെ സന്ദർശിച്ചത് 3-ാം കേരള സന്ദർശനത്തിലാണ്. നാലാമതായി 1934 ജാനുവരി 10-നും ഗാന്ധി കേരളത്തിൽ വന്നു. ഹരിജൻ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയത്. വടകരയിൽ വെച്ച് അന്ന് സ്വർണ്ണാഭരണങ്ങൾ ഊരി നൽകിയ പെൺകുട്ടി കൗമുദി ടീച്ചറാണ്. അഞ്ചാമതായി 1937 ജാനുവരി 12-നാണ് ഗാന്ധി അവസാനമായും കേരളത്തിലെത്തിയത്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് നടത്തിയ തീർത്ഥാടനം അന്ന് ഗാന്ധി കേരളത്തിലെത്തി. അയ്യങ്കാളിയെ സന്ദർശിച്ചത് ഗാന്ധിജിയുടെ 5-ാം വരവിലാണ്. പ്രധാനപ്പെട്ട വിശേഷണങ്ങളും സൂക്തങ്ങളും നോക്കാം. മഹാത്മാ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ടാഗോറാണ്. രാഷ്ട്രപിതാവെന്ന് സുഭാഷ് ചന്ദ്രബോസും അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിയെ വിശേഷിപ്പിച്ചത് വിൻസെന്റ് ചർച്ചിലുമാണ്. വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് എന്ന് മൗണ്ട് ബാറ്റനും. ഗാന്ധിയെ മഹാത്മാ എന്ന് പേര് ചൊല്ലി വിളിച്ചത് ടാഗോർ. രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത് വിൻസെന്റ് ചർച്ചിൽ. വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് എന്ന് വിളിച്ചത് മൗണ്ട് ബാറ്റനുമാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പറഞ്ഞതും ഗാന്ധിജി. ക്രിപ്സ് മിഷനെ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമസ്വരാജും ട്രസ്റ്റിഷിപ്പും. ഗ്രാമസ്വരാജും ട്രസ്റ്റിഷിപ്പുമാണ് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇനി അടുത്തതായി ദക്ഷിണാഫ്രിക്കയും ഗാന്ധിജിയുടെ വധം, പിന്നെ മറ്റു വിവരങ്ങളൊക്കെ നോക്കാം. ദക്ഷിണാഫ്രിക്കയിൽ 1893 മുതൽ 1915 വരെ ഗാന്ധിജി ഉണ്ടായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമങ്ങളാണ് ഫീനക്സ് സെറ്റിൽമെന്റ് 1904-ലും ടോൾസ്റ്റോയ് ഫാം 1910-ലും ഗാന്ധിജിയാണ് സ്ഥാപിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് നാറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയി പറയാൻ വരുന്നുണ്ട്, ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഗാന്ധിജിയുടെ വധം 1948 ജാനുവരി മാസം 30-ന് ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത്. അതിന്റെ വിധി പ്രഖ്യാപിച്ച ജഡ്ജി ആത്മചരൺ അഗർവാൾ. ഗാന്ധിജിയെ വധിച്ചത് ബിർള ഹൗസിൽ വെച്ച് നാഥുറാം വിനായക് ഗോഡ്സെയാണ്. വർഷം 1948 ജാനുവരി 30. ജാനുവരി 30 നമ്മൾ രക്തസാക്ഷി ദിനമായിട്ട് ആചരിച്ചു വരുന്നു. മറ്റ് വിവരങ്ങൾ. ഗാന്ധി സീരീസ് നോട്ടുകളെ RBI പുറത്തിറക്കിയത് 1996-ലാണ് ഗാന്ധി സീരീസ് നോട്ടുകൾ RBI അച്ചടിച്ച് പുറത്തിറക്കിയത്. അയിത്ത നിർമ്മാർജ്ജനത്തിനെതിരെയുള്ള ഭരണഘടന ആർട്ടിക്കിളായിട്ടുള്ള ആർട്ടിക്കിൾ 17-നെ മഹാത്മാഗാന്ധി കി ജയ് എന്നും വിളിക്കാറുണ്ട്.
അയിത്ത നിർമ്മാർജ്ജനത്തിനെ കുറിച്ചുള്ള ഭരണഘടന ആർട്ടിക്കിളായിട്ടുള്ള ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിക്കാറുണ്ട്. ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി നേടിയത് ജൂലിയസ് നെരേരയാണ്. ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി നേടിയത് ജൂലിയസ് നെരേരെ. നോബൽ സമ്മാനത്തിന് 5 തവണ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയുമാണ് ഗാന്ധിജി. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട മറ്റ് പഠന വിവരങ്ങൾ. ഗാന്ധിജിയും ഉപ്പ് സത്യാഗ്രഹവും. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളികൾ നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. നെയ്യാറ്റിങ്കര സി കൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, അതേപോലെ കോട്ടയം ടൈറ്റസുമുണ്ട്. ഗാന്ധിജിയും കേരള സന്ദർശനവും. ആദ്യമായി ഗാന്ധി കേരളത്തിൽ വന്നത് എന്നാണ് 1920 ഓഗസ്റ്റ് 18 കോഴിക്കോടാണ് വന്നത്. അന്ന് കൂടെയുണ്ടായിരുന്നത് മൗലാന ഷൗക്കത്ത് അലിയാണ്. ഖിലാഫത്തിന്റെ പ്രചരണം, നിസ്സഹകരണ പ്രസ്ഥാനം പ്രചരണം എന്നിവയുടെ ഭാഗമായിട്ടാണ് 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. കോഴിക്കോട് പ്രസംഗം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തത് കെ മാധവൻ നായർ. രണ്ടാമതായി 1925 മാർച്ച് 8 ഗാന്ധി കേരളത്തിലെത്തി. സേതു ലക്ഷ്മിബായിയുടെ കാലത്ത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളം സന്ദർശിച്ചു. ശ്രീനാരായണ ഗുരുവിനെ ശിവഗിരിയിൽ വെച്ചും സന്ദർശിച്ചത് 1925 മാർച്ച് 8 ഗാന്ധിജി രണ്ടാമതായി കേരളത്തിൽ എത്തിയപ്പോഴാണ്. മൂന്നാമതായി 1927 ഒക്ടോബർ മാസം 9 ദക്ഷിണേന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഗാന്ധി കേരളം സന്ദർശിച്ചു. മഹാകവി വള്ളത്തോളിനെയും സന്ദർശിച്ചത് ഗാന്ധിജിയുടെ 3ാം കേരള സന്ദർശനത്തിലാണ്. 1934 ജാനുവരി 10 ഗാന്ധി കേരളത്തിലെത്തി. ഹരിജന ഫണ്ട് ശേഖരണാർത്ഥം സന്ദർശനം നടത്തിയത് 1934 ജാനുവരി 10 4ാം കേരള സന്ദർശനത്തിലാണ്. വടകരയിൽ വെച്ച് തന്റെ സ്വർണ്ണാഭരണങ്ങൾ ഗാന്ധിജിക്ക് അഴിച്ചു നൽകിയ പ്രശസ്ത വനിതയാണ് കൗമുദി ടീച്ചർ. 5ാമതായി ഗാന്ധി കേരളത്തിലെത്തിയ തീയതി 1937 ജാനുവരി 12. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്നാണ് 5ാമതായും അവസാനമായും ഗാന്ധി കേരളത്തിൽ എത്തിയത്. സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള അയ്യങ്കാളിയെ കണ്ടു. ഈ സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്നും വിശേഷിപ്പിച്ചത് 5ാം കേരള സന്ദർശനത്തിലാണ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്തായിരുന്നു ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിച്ചത്. ഗാന്ധിജിയെ വിശേഷിപ്പിച്ചവർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് പേർ ചൊല്ലി വിളിച്ചത്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് അധിക്ഷേപിച്ചത് വിൻസെന്റ് ചർച്ചിൽ. വിൻസെന്റ് ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിളിച്ചത്. ഗാന്ധിജിയെ ബാപ്പുജി എന്ന് അഭിസംബോധന ചെയ്തത് നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ഗാന്ധിജിയെ ബാപ്പുജി എന്ന് അഭിസംബോധന ചെയ്തത്. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. ഗാന്ധിജിയെ എന്റെ ഏകാംഗ സേന, വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭു. എന്റെ ഏകാംഗ സേന എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. മജ്ജയും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് ഗാന്ധിയെ പറ്റി പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാചകമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. മജ്ജയും മാംസവും ഉള്ള ഇങ്ങനൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗാന്ധിജിയുടെ മരണവാർത്തയെ അറിഞ്ഞ് കൂടുതൽ നന്നാവുന്നത് നല്ലതല്ല, കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് പ്രതികരിച്ചത് ജോർജ് ബെർണാഡ് ഷാ. ഗാന്ധിജിയുടെ മരണവാർത്തയെ തുടർന്ന് കൂടുതൽ നല്ലതാകുന്നത് നല്ലതല്ല എന്ന് വിശേഷിപ്പിച്ചത് പ്രതികരിച്ചത് ജോർജ് ബെർണാഡ് ഷാ. പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ നെഹ്റു ആണ് പറഞ്ഞത്. ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാചകമാണ് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ പ്രശസ്തമായ വാചകങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞതും സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞതും ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന്
ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നും പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നൊക്കെ പറഞ്ഞത് മഹാത്മാഗാന്ധി. 1942 വന്ന ക്രിപ്സ് മിഷനെ തുടർന്ന് വിശേഷിപ്പിച്ചത് തകരുന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ്. പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഇൻ എ ക്രാഷിംഗ് ബാങ്ക് എന്ന് 1942 വന്ന ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ്. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആയിരിക്കണം. ഇന്ത്യ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞതും ഗാന്ധിയാണ്. ഓരോ ഗ്രാമവും പൂർണ്ണ അധികാരമുള്ള ഒരു റിപ്പബ്ലിക്കോ പഞ്ചായത്തോ ആയിരിക്കണം. ഇന്ത്യ അധിവസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞതും ഗാന്ധി. അസ്പൃശ്യത നിലനിന്നാൽ ഹിന്ദുമതം മരിക്കുമെന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് മനുഷ്യനെ ദുഷിപ്പിക്കും എന്ന് പറഞ്ഞതും ഗാന്ധി. അധികാരത്തിനെതിരെ കരുതിയിരിക്കുക, അത് മനുഷ്യനെ ദൂഷിപ്പിക്കും. അത് ഗാന്ധിജിയുടെ വാചകമാണ്. മനുഷ്യൻ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല എന്ന വാചകവും ഗാന്ധിജിയുടെയാണ്. മനുഷ്യന്റെ ആഗ്രഹം നിറവേറ്റാൻ ഭൂമിക്ക് കഴിയും, എന്നാൽ അത്യാഗ്രഹം നിറവേറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ്. ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയിൽ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയ വർഷം 1893 ദക്ഷിണാഫ്രിക്കയിൽ കച്ചവടം നടത്തിയിരുന്ന സേഠ് അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല ദക്ഷിണാഫ്രിക്ക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. 1904 ആരംഭിച്ച ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം 1906 ദക്ഷിണാഫ്രിക്കയിലെ രണ്ടാം ബോവർ യുദ്ധകാലത്ത് നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് നൽകിയ ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. ഫീനക്സ് സെറ്റിൽമെന്റ് ആരംഭിച്ചത് 1904 ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിലാണ്. ഗാന്ധിജി ആരംഭിച്ച ഒരു പരിപാടിയാണ് ഫീനക്സ് സെറ്റിൽമെന്റ്. ടോൾസ്റ്റോയ് ഫാമും ഗാന്ധിജി സ്ഥാപിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹാനസ്ബർഗിലാണ്. 1910 ടോൾസ്റ്റോയ് ഫാം ഗാന്ധിജിയാണ് സ്ഥാപിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി രൂപം നൽകിയ സംഘടനയാണ് നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി രൂപം നൽകിയ സംഘടന നേറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ്. വർണ്ണവിവേചനത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ഫുട്ബോൾ ക്ലബ്ബാണ് പാസീവ് റെസിസ്റ്റേഴ്സ്. പാസീവ് റെസിസ്റ്റേഴ്സ് എന്നത് വർണ്ണവിവേചനത്തിനെതിരെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ ഗാന്ധിജിയുടെ പ്രേരണയാൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആരംഭിച്ച ഒരു ഫുട്ബോൾ ക്ലബ്ബാണ്. വർണ്ണവിവേചനത്തിന്റെ ഇരയായി ഗാന്ധിജിയെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ട്രെയിനിൽ നിന്നും ഇറക്കിവിട്ട റെയിൽവേ സ്റ്റേഷൻ പീറ്റർ മാജിസ്ബർഗ്. ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും വർണ്ണവിവേചനത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഇറക്കിവിട്ടു. ആ സ്റ്റേഷന്റെ പേരാണ് പീറ്റർ മാജിസ്ബർഗ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങാൻ യാത്ര തിരിച്ച വർഷം 1914. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ തീയതി 1915 ജാനുവരി 9. ഈ ദിവസത്തെയാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നത്. പ്രവാസി ഭാരതീയ ദിനം ജാനുവരി 9. ഗാന്ധിജിയുടെ വധം. ഗാന്ധിജി വധിക്കപ്പെട്ട തീയതി 1948 ജാനുവരി 30 വെള്ളിയാഴ്ച ദിവസമായിരുന്നു. 1948 ജാനുവരി 30 വെള്ളിയാഴ്ച ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ വെച്ചാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. ഗാന്ധിജിയുടെ ഘാതകൻ നാഥുറാം വിനായക് ഗോഡ്സെ. അതിന്റെ കേസിന്റെ വിധി പ്രഖ്യാപിച്ച ജഡ്ജി ആത്മചരൺ അഗർവാൾ. ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റിയ വ്യക്തി നാരായൺ ദത്താത്രേയ് ആപ്തെ. ഗോഡ്സെയോടൊപ്പം അന്ന് തൂക്കിലേറ്റിയ വ്യക്തിയാണ് നാരായൺ ദത്താത്രേയ് ആപ്തെ. ഇതിന്റെ കേസ് അന്വേഷിച്ച കമ്മീഷനുകൾ ഗോപാൽ സ്വരൂപ് പഥക് കമ്മീഷനും കപൂർ കമ്മീഷനുമാണ്. ഗോപാൽ സ്വരൂപ് പഥക് കമ്മീഷനും കപൂർ കമ്മീഷനുമാണ് ഗാന്ധിജിയുടെ കേസിന്റെ അന്വേഷണ കമ്മീഷനുകളായി വരുന്നത്.
ഗാന്ധിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. എന്റെ ഗുരുനാഥൻ എന്ന ഗാന്ധിയുടെ ആയി ബന്ധപ്പെട്ട കൃതി രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. എന്റെ ഗുരുനാഥൻ വള്ളത്തോൾ നാരായണ മേനോൻ. ആരമ്മേ ഗാന്ധി എന്ന കൃതി വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെതാണ്. ആരമ്മേ ഗാന്ധി, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കാന്തപുര രാജാറാവു. കാന്തപുര രാജാറാവു. ഗാന്ധിയും അരാജകത്വവും. ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധി ആൻഡ് അനാർക്കി. ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയും ഗോഡ്സെയും. എൻ വി കൃഷ്ണവാര്യർ. ഗാന്ധിയും ഗോഡ്സെയും എന്ന കൃതി എൻ വി കൃഷ്ണവാര്യർ. ഐ ഫോളോ മഹാത്മാ. കെ എം മുൻഷി. ഐ ഫോളോ മഹാത്മാ. കെ എം മുൻഷി. വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ. ആർ കെ നാരായണൻ. ആർ കെ നാരായണൻ ചെയ്താണ് വെയിറ്റിംഗ് ഫോർ ദ മഹാത്മാ. ധർമ്മസൂര്യൻ. അക്കിത്തത്തിന്റെ ഒരു കൃതിയാണ് ധർമ്മസൂര്യൻ. ഗാന്ധിജി ഇൻ ചമ്പാരൻ. ടി ജി ടെണ്ടുൽക്കർ. ടി ജി ടെണ്ടുൽക്കറുടെ ഒരു കൃതിയാണ് ഗാന്ധിജി ഇൻ ചമ്പാരൻ. ഗാന്ധിജി ഇൻ ചമ്പാരൻ, ടി ജി ടെണ്ടുൽക്കർ. പ്രധാനപ്പെട്ട ഗാന്ധിമാർ. ഉപനാമങ്ങൾ. ഗാന്ധി എന്ന ഉപനാമങ്ങൾ ഉള്ള വ്യക്തികളെയാണ് പറയാൻ പോകുന്നത്. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് സി രാജഗോപാൽ ആചാരി. വേദാരണ്യം ഗാന്ധി സി രാജഗോപാൽ ആചാരി. കേരള ഗാന്ധിയാണ് കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംതെ. ആധുനിക ഗാന്ധി ബാബ ആംതെ. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. മയ്യഴി ഗാന്ധി എന്ന അപരനാമമുള്ളത് ഐ കെ കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി ഐ കെ കുമാരൻ മാസ്റ്റർ. ഡൽഹി ഗാന്ധി സി കൃഷ്ണൻ നായർ. ഡൽഹി ഗാന്ധി എന്ന അപരനാമം സി കൃഷ്ണൻ നായർക്കാണുള്ളത്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഉത്തർപ്രദേശ് ഗാന്ധി പുരുഷോത്തം ദാസ് ടണ്ടൻ. പുരുഷോത്തം ദാസ് ടണ്ടനാണ് ഉത്തർപ്രദേശ് ഗാന്ധി. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആണ്. ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് കെന്നത്ത് കൗണ്ട. ആഫ്രിക്കൻ ഗാന്ധി കെന്നത്ത് കൗണ്ടയാണ്. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേലയും കെനിയൻ ഗാന്ധി ജോമോ കെനിയാത്തയുമാണ്. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേലയും കെനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ജോമോ കെനിയാത്തയും. ഗാന്ധിജി പരീക്ഷിച്ച 3 പ്രധാനപ്പെട്ട സമര രീതികളാണ് സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം. ഗാന്ധിജി പരീക്ഷിച്ച 3 പ്രധാനപ്പെട്ട സമര രീതികൾ സത്യാഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം എന്നിവയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? കൊൽക്കത്തയിലെ നവക്കാലിയിൽ വർഗീയ ചേരിതിരിവ് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പിക്കുന്ന പണിയിലായിരുന്നു ഗാന്ധിജി അന്ന്. കൊൽക്കത്തയിലെ നവക്കാലിയിൽ വർഗീയ ചേരിതിരിവ് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിനിടയിലായിരുന്നു ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. കൊൽക്കത്തയിലെ നവക്കാലിയിൽ വർഗീയ ചേരിതിരിവ് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതിലായിരുന്നു ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 1917 നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല. 1917 നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട വ്യക്തി അനസൂയ സാരാഭായ്. അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ട വ്യക്തി അനസൂയ സാരാഭായ്. ഇന്ത്യയിലെ ആദ്യത്തെ നികുതി നിഷേധ പ്രചരണത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ച സമരം 1918 കേദാ സത്യാഗ്രഹമാണ്. 1918 നടന്ന കേദാ സമരമാണ് ഇന്ത്യയിൽ തന്നെ ഗാന്ധിജിയുടെ ആദ്യത്തെ നികുതി നിഷേധ പ്രചാരണത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ച സമരം. 1918 കേദാ സമരത്തിൽ ഗാന്ധിയോടൊപ്പം പങ്കെടുത്ത പ്രമുഖ ദേശീയ നേതാവാണ് സർദാർ വല്ലഭായ് പട്ടേൽ. 1918 കേദാ സമരത്തിൽ ഗാന്ധിയോടൊപ്പം പങ്കെടുത്ത പ്രമുഖ ദേശീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ നൽകിയ ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി ഗാന്ധിജി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ചിട്ടുകൊണ്ടാണ് ഗാന്ധി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയത്.
ഗാന്ധിജിയോട് നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണം എന്താണ്? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായി തീർന്നത് 1922 ചൗരി ചൗര സംഭവമാണ്. 1922 നടന്ന ചൗരി ചൗര സംഭവം കാരണമാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായി തീർന്നത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചതിനെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതിനെ ഹിമാലയൻ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസും വിശേഷിപ്പിച്ചു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെതിരെ ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് ആണ് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതിനെ ഹിമാലയൻ മണ്ടത്തരം എന്നും വിശേഷിപ്പിച്ചു. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി 1922 മാർച്ച് 18 തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ജഡ്ജി ആരാണ്? CM ബ്രൂംഫീൽഡ് ആണ് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജിയെ 1922 മാർച്ച് 18 തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ജഡ്ജി. വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് കേരളത്തിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ഗാന്ധിജി അയച്ചത് ആരെയാണ്? വിനോബ ഭാവെ. കേരളത്തിലേക്ക് വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് എത്തിച്ചേർന്നത് വിനോബ ഭാവെ. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം. ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ട് RBI പുറത്തിറക്കിയ വർഷം 1996 1996 മുതൽ ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കി തുടങ്ങി. ഹരിജൻ എന്ന വാക്ക് ഗാന്ധിജിക്ക് ലഭിച്ചത് ആരിൽ നിന്നുമാണ്? നരസിംഹ മേത്തയിൽ നിന്നുമാണ് ഹരിജൻ എന്ന വാക്ക് ഗാന്ധിജി സ്വീകരിച്ചത്. സത്യാഗ്രഹം എന്ന വാക്ക് ഗാന്ധിജിക്ക് നിർദ്ദേശിച്ച് നൽകിയത് മകൻ ലാൽ ഗാന്ധിയാണ് സത്യാഗ്രഹം എന്ന വാക്ക് ഗാന്ധിജിക്ക് നിർദ്ദേശിച്ച് നൽകിയത്. ഗാന്ധിജിയുടെ നിയമലംഘന പ്രസ്ഥാനം എന്ന ആശയം നൽകിയ ചിന്തകൻ ഹെൻറി ഡേവിഡ് തോറോ. ഗാന്ധിജിക്ക് നിയമലംഘനം പ്രസ്ഥാനം എന്ന ആശയം നൽകിയ ചിന്തകൻ ഹെൻറി ഡേവിഡ് തോറോ ആണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാന്ധിജി. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാന്ധിജി. മഹാത്മാഗാന്ധി കി ജയ് എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യം ബന്ധപ്പെടുത്തി അയിത്ത നിർമാർജനത്തെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17 മഹാത്മാഗാന്ധി കി ജയ് എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ട് അയിത്ത നിർമാർജനത്തിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17. ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി ജൂലിയസ് നെരേരയ്ക്കാണ് ഗാന്ധി സമാധാന പുരസ്കാരം ആദ്യമായി നേടിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡുകൾക്ക് പേര് നൽകപ്പെട്ടതും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുമായിട്ടുള്ള ഇന്ത്യൻ നേതാവും ഗാന്ധിജിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡുകൾക്ക് പേര് നൽകപ്പെട്ടതും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുമായിട്ടുള്ള ഇന്ത്യൻ നേതാവ് ഗാന്ധിജി. ഗാന്ധിജിക്ക് നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ലഭിച്ചത് എത്ര തവണയാണ്? 5 തവണ. ഇതിലെ പല ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആയി മനസ്സിലാവാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. അടുത്ത ചോദ്യമായി, ഗാന്ധിജിയുടെ പ്രശസ്തമായിട്ടുള്ള ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ് ആരാണ്? റോമെയ്ൻ റോളണ്ട് ആണ് ഗാന്ധിജിയുടെ പ്രശസ്തമായ ജീവചരിത്രം എഴുതിയ ഫ്രഞ്ച് നോവലിസ്റ്റ്. ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ആരാണ്? JC കുമരപ്പയാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീമൻ നാരായൺ അഗർവാൾ. ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ശ്രീമൻ നാരായൺ അഗർവാൾ ആണ്. ഗാന്ധി ജയന്തി ദിനമായിട്ടുള്ള ഒക്ടോബർ മാസം 2-ാം തീയതി ജന്മദിനമുള്ള മറ്റൊരു പ്രമുഖ ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയുണ്ട്. അതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധി ജയന്തി തീയതിയിൽ തന്നെ
ഒക്ടോബർ 2 ജന്മദിനമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഗാന്ധിജിയെക്കുറിച്ചുള്ള മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ. ഗാന്ധിജിയെക്കുറിച്ചിട്ടുള്ള മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ശ്യാം ബെനഗൽ. ഗാന്ധിജിയെയും ഇന്ത്യൻ സാഹചര്യത്തെയും കുറിച്ച് മദർ ഇന്ത്യ എന്ന പ്രശസ്തമായിട്ടുള്ള കൃതി എഴുതിയത് കാതറിൻ മേയോ. മദർ ഇന്ത്യ എന്ന പ്രശസ്തമായിട്ടുള്ള കൃതി രചിച്ചത് കാതറിൻ മേയോ. ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് 1969 ആരംഭിച്ച സംഘടനയാണ് NSS, നാഷണൽ സർവീസ് സ്കീം. NSS ആരംഭിച്ചത് ഗാന്ധിജിയുടെ ജന്മശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച് 1969 മുതലാണ്. ഗാന്ധിജിയുടെ ചിത്രം പതിച്ച ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1948 ഓഗസ്റ്റ് 15. ഗാന്ധിജിയുടെ ചിത്രം പതിച്ച ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ വർഷം 1948 ഓഗസ്റ്റ് 15. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഗാന്ധിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഏറ്റവും അധികം ചോദിച്ചു കാണുന്ന എല്ലാ ടോപ്പിക്സും നമ്മൾ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും ടോപ്പിക്സും ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് എന്നെ രേഖപ്പെടുത്തി അറിയിക്കാൻ ശ്രമിക്കണമേ. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.